ഇന്നലെ കണ്ണൂർ കോർപ്പറേഷന്റെ മുന്നിൽ പ്രതിഷേധ ധർണ നടത്തുമെന്ന് LDF പ്രഖ്യാപിച്ചതായി നമ്മൾ കണ്ടു. പ്രതിഷേധ ധർണ എന്നാണ് അവര് എല്ലാവർക്കും അറിയിപ്പ് കൊടുത്തത്. പക്ഷെ അവര് ചെയ്തത് രാവിലെ തന്നെ DYFIയുടെ സത്യത്തിൽ ക്രിമിനലുകളായി അറിയപ്പെടുന്ന കുറെ പേര് അവിടെ ഗേറ്റ് അടച്ച് അവിടെ ലോക്ക് ചെയ്ത് മീറ്റിംഗിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷനിൽ കുറച്ച് നേരത്തെ തന്നെ മേയറും അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയറും ഉൾപ്പെടെയുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെയുള്ളവര് അവിടെ പോയി. അപ്പൊ മേയറെ ഈ കൌൺസിൽ യോഗത്തിന് പോകേണ്ടതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ എത്തേണ്ടതുകൊണ്ട് മേയറെ കൂട്ടാൻ വേണ്ടി വാഹനം എടുക്കാൻ വേണ്ടി പോയ ഡ്രൈവർക്ക് നേരെ ആദ്യം മേയറെ തടയുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. അങ്ങനെ വന്ന് ഞങ്ങളുടെ കൌൺസിലർമാര് ഉൾപ്പെടെയുള്ള UDFന്റെ കൌൺസിലർമാർ അവിടെ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. നിങ്ങൾ അവിടെ എല്ലാവരും ദൃശ്യമാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം കൌൺസിൽ യോഗം നടത്തേണ്ടത് അത് കൃത്യമായ കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ആ കൌൺസിൽ യോഗത്തിലേക്ക് കോർപ്പറേഷൻ ഹാളിലേക്ക് കടക്കാൻ വേണ്ടി വന്ന മേയറെ ഉൾപ്പെടെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം അവിടെ നിങ്ങളെല്ലാം കണ്ടതാണ്. ആ ഒരു സാഹചര്യം ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അടുത്തൊന്നും ഉണ്ടാകാൻ പാടുള്ളതല്ലായിരുന്നു. കാരണം അവര് ധർണ എന്നാണ് പറഞ്ഞത്. ആ ധർണയ്ക്ക് പകരമായി അവര് ഗെറോയും പിക്കറ്റിങ്ങും ആ രീതിയിലുള്ള ഒരു സമരമാർഗം സ്വീകരിച്ചുകൊണ്ട് ഒരു വനിത എന്ന പരിഗണന പോലും കൊടുക്കാതെ അവിടെ നമ്മുടെ മേയറെയും അതുപോലെ തന്നെ വനിതാ കൌൺസിലറായിട്ടുള്ള ദീപേനെയും ഉൾപ്പെടെ അവര് ആക്രോശിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച നിങ്ങളെല്ലാവരും കണ്ടതാണ്. എന്നിട്ട് അവരെടുത്ത നിലപാടെന്താണ്? അവരെടുത്ത കേസെന്താണ്? പോലീസ് രാവിലെ തന്നെ ഈ സംഭവം നടക്കുമ്പോൾ തന്നെ 8 മണിയോടുകൂടി തന്നെ ഞാൻ കണ്ണൂരിലെ കമ്മീഷണറെ വിളിച്ചു. കമ്മീഷണറെ ഫോണിൽ കിട്ടുന്ന റേഞ്ചിലല്ല. അതിനുശേഷം മറ്റു ഓഫീസേഴ്സിന് പോലീസ് ഓഫീസർമാരെ ഒന്നും ലൈനിൽ കിട്ടുന്നില്ല. അവരുടെ മനഃപൂർവ്വമുണ്ട്. പിന്നെ CIനെ കിട്ടുമ്പോഴാണ് CIക്ക് ഈ സംഭവമായി പുതിയതായി വന്ന CIയാണ് ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നീട് കമ്മീഷണറെ കിട്ടുമ്പോഴാണ് കമ്മീഷണറോട് കാര്യങ്ങൾ പറയുമ്പോൾ കമ്മീഷണർ പിന്നീട് നോക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അതിനകത്ത് ശക്തമായി, കാരണം ഇങ്ങനെ ഒരാൾ ഒരു പാർട്ടിയോ അല്ലെങ്കിൽ ഒരു മുന്നണിയോ വിചാരിച്ചാൽ അതിന്റെ ഈ കൌൺസിൽ മീറ്റിംഗ് ഉൾപ്പെടെ തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ നമ്മൾ സമ്മതിക്കില്ല എന്ന് കമ്മീഷണറോട് കൃത്യമായി പറയുകയും ഞങ്ങൾ കയറാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു. അത് സത്യം. പക്ഷെ നമ്മളെ കൌൺസിലിലേക്ക് കയറുന്ന ഒരു വനിതാ മേയറെ ഈ രീതിയിലുള്ള സമീപനമാണോ CPM സ്വീകരിക്കേണ്ടത് എന്നുള്ളത് അവർ ചിന്തിക്കണം. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? എന്നിട്ട് എടുത്ത കേസ് ഏതാണ്? ഒരു സ്ത്രീക്ക് മാനഹാനി ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു സമീപനം ഉണ്ടായിട്ടും ആ രീതിയിലുള്ള ഒരു കേസെടുക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമുക്കതിനകത്ത് കാണാൻ സാധിച്ചത്. ഇവിടെ നിങ്ങള് വീണ ജോർജിനെ KSUവിന്റെ കുട്ടികൾ നിങ്ങളെല്ലാം ഇതിപ്പോ ദൃശ്യമാധ്യമങ്ങൾ ഉണ്ട്, എല്ലായിടത്തും CCTVകളുണ്ട്. ആ ദൃശ്യമാധ്യമത്തിലും CCTVയിലും വന്നത് നമ്മളെല്ലാവരും വിലയിരുത്തിയതാണ്. വെറും കരിങ്കൊടി മാത്രമാണ് ഉണ്ടായത്. ഈ കരിങ്കൊടി കാണിച്ചാൽ ഒരാൾക്ക് വധശ്രമം വധിക്കാൻ സാധിക്കുമെന്നുള്ളത് നമ്മൾ തമാശയായിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ളവിടുത്ത് വധശ്രമത്തിന് കേസെടുക്കുകയും ഇന്ന് വരെ ഇപ്പൊ എത്ര ദിവസമായി ആ കുട്ടികൾക്ക് ഇതുവരെ ജാമ്യം കിട്ടിയിട്ടില്ല. ആ രീതിയിൽ കേസെടുത്ത് നിരപരാധികളായ ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ച KSUവിന്റെ കുട്ടികളെ ജയിലിലടച്ച പോലീസാണ് ഇന്ന് ഈ രീതിയിലുള്ള ഒരു കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. സാധാരണ തമാശ പോലെയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന കേസ്. അത് എവിടുത്തെ സമീപനമാണ്?